3 വർഷം കാത്തിരുന്നാൽ മതി. പനങ്കുല പോലെ വിളവുണ്ടാകുമെന്നാണ് തെങ്ങിൻ തൈ വാങ്ങിയ സമയം വിൽപ്പനക്കാരൻ പറഞ്ഞത്. തിരുവനന്തപുരം വെണ്ണിയൂർ നെല്ലിവിള RP സദനത്തിൽ KSEB ഉദ്യോഗസ്ഥനായ KR രാജേഷ് കുമാർ അങ്ങനെ തെങ്ങിൻ തൈ വാങ്ങി നട്ട് 3 വർഷം കാത്തിരുന്നു. പക്ഷേ തെങ്ങിൽ കായകളൊന്നും കണ്ടില്ല. 3 വർഷം ആയപ്പോൾ തന്നെ കാ വന്നു. എന്റെ കൂമ്പ് വന്നു. ആദ്യത്തെ കൂമ്പ് വന്നു, അടുത്ത രണ്ടാമത്തെ കൂമ്പ് വന്നപ്പോ സാധാരണഗതിയിൽ തെങ്ങും പൂക്കലയാണ് വരുന്നത്. അതിന് പകരം തെങ്ങ് ഓലയാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആദ്യത്തെ കൂമ്പ് 6 മാസമായി. 6 മാസം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഓരോ കൗളിലും വരുന്ന കൂമ്പുകളെല്ലാം ഓലയായിട്ട് തന്നെയാണ് വരുന്നത്. അത് ശരിക്കും ഞാൻ ഒരു കൂമ്പ് പൊട്ടിച്ച് കഴിക്കുകയും ചെയ്തു. നല്ല ടേസ്റ്റുള്ള തെങ്ങിന്റെ മണ്ട കഴിക്കുന്ന മാതിരിയാണ് ഉണ്ടായിരുന്നത്. തേങ്ങയ്ക്ക് പകരം തെങ്ങിൻ തൈ തന്നെ പൂത്ത തെങ്ങ് കാണാനും കാഴ്ചക്കാരെത്തി. സംഭവ സ്ഥലത്തെത്തിയ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ ദൃശ്യങ്ങളും സാമ്പിളുകളും എടുത്ത് കായംകുളം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകരെ സമീപിച്ചു. ജനിതക വ്യതിയാനം സംഭവിച്ചതാണെന്നും മുൻപും ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും മറുപടി ലഭിച്ചു. ഇനി ഇതേ തെങ്ങിൽ തേങ്ങ ഉണ്ടാകാനുള്ള സാധ്യതയില്ലെന്നും വേങ്ങാനൂർ കൃഷി ഓഫീസർ സ്ഥിരീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. അതായത് സ്ഥലം നഷ്ടമാണ്, ഇനി തേങ്ങ ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ഒരു കൗതുകത്തിന് വേണ്ടി ആ തെങ്ങിനെ അല്ലേ അവിടെ നിർത്താം. അപ്പോൾ ഗൂഗിൾ പറയും. ഗൂഗിൾ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ? ഈ കൗതുകപരമായ വാർത്ത, ഇത്തരത്തിൽ പല വാർത്തകൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഒരു പപ്പായക്കകത്ത് മറ്റൊരു പപ്പായ, അതേപോലെ ഒരു മുട്ട പൊട്ടിക്കുമ്പോൾ മറ്റൊരു മുട്ട, ഇങ്ങനെ ചില ജനിതക വ്യതിയാനങ്ങളെ പറ്റി നമ്മൾ തന്നെ പലപ്പോഴായി പല ഇടുകളായി നമ്മുടെ ഈ സെഗ്മെന്റിൽ തന്നെ വാർത്തകൾ വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വാർത്ത തന്നെയാണ് ഇതും. കാരണം 3 വർഷം മുൻപ് ഇത്തരത്തിൽ ഈ വെങ്ങാനൂർ സ്വദേശി തെങ്ങിൻ തൈ വാങ്ങാൻ പോയ സമയത്ത് ഈ വിൽപ്പനക്കാരൻ പറഞ്ഞത്, സാറേ ഒരു 3 വർഷം കൊണ്ട് ഇത് കായ്ച്ചു കിട്ടും, അത്രത്തോളം നല്ല തെങ്ങിൻ ഇനമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് വിൽപ്പന നടത്തിയതും. പിന്നീട് ഇദ്ദേഹം ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് നട്ടു. പിന്നീട് 3 വർഷത്തെ കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് ഓരോ തവണയും വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ അദ്ദേഹം തേങ്ങ വരും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ആയിരുന്നു. പക്ഷേ തേങ്ങയ്ക്ക് അപ്പുറത്തേക്ക് വന്നത് തെങ്ങിൻ തൈ തന്നെയാണ് എന്നുള്ളതാണ് ആ ഒരു കൗതുകം. അങ്ങനെ ആ കൗതുകം ഈ നാട്ടുകാരും അറിഞ്ഞു. അങ്ങനെ തുടർന്ന് ഇത് വീഡിയോ ഒക്കെ പകർത്തി, ദൃശ്യങ്ങൾ പകർത്തി മാധ്യമങ്ങളിലേക്കും അതേപോലെ തന്നെ ഗവേഷക കേന്ദ്രത്തിലേക്കൊക്കെ പോയി. എന്തായാലും ഈ തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഗവേഷകരെത്തി, അതേപോലെ തന്നെ ഈ മറ്റിടങ്ങളിൽ നിന്നും തെങ്ങ് വികസന കോർപ്പറേഷനിൽ നിന്നും അടക്കം ആളുകളെത്തി. അങ്ങനെ ഈ നടത്തിയ പരിശോധനയിലാണ് മനസ്സിലാവുന്നത് ജനിതക വ്യതിയാനം സംഭവിച്ച തെങ്ങാണ്. ഇനി എന്തായാലും ഈ തെങ്ങിൽ തേങ്ങ ഉണ്ടാകില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തായാലും ഈ കൃഷി ഓഫീസർ തന്നെ വന്ന് ഒരു അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട്. കാരണം ജനിതക വ്യതിയാനം സംഭവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീരുമാനിക്കട്ടെ. ശരി ഗോകുൽ.